വെൽക്കം ബാക്ക് ഗൈസ്. ഫോട്ടോഷോപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഷോപ്പിലെ എല്ലാ വർക്കും കഴിഞ്ഞ് അവസാനം നമ്മൾ സേവ് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നാമത് സേവ് ആസ്, രണ്ടാമതായി എക്സ്പോർട്ട് ആസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നേരത്തെ ചെയ്തു വെച്ച ഒരു സാമ്പിൾ പ്രൊജക്ട് ഫയൽ എടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒട്ടനവധി ഫോർമാറ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഫോട്ടോഷോപ്പിന്റെ PST ഫോർമാറ്റ്, ഫോട്ടോഷോപ്പിന് തന്നെ .EPS ഫോർമാറ്റ്, JPEGന്റെ 3 തരം ഫോർമാറ്റുകൾ, PNG ഫോർമാറ്റ്, പിക്സർ ഫോർമാറ്റ്, പോർട്ടബിൾ ബിറ്റ് മാപ്പ്, അങ്ങനെ ഒട്ടനവധി ഫോർമാറ്റുകൾ ഇതിൽ ലഭ്യമാണ്. സപ്പോസ് നമുക്ക് ഫ്യൂച്ചറിൽ ഈ പ്രൊജക്ട് ഫയലിൽ കൂടുതൽ കണ്ടന്റ്സ് ആഡ് ചെയ്യാനോ അഥവാ കറക്ഷൻ വരുത്താനോ സാഹചര്യം വരികയാണെങ്കിൽ ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്ത് PST ഫോർമാറ്റ് തിരഞ്ഞെടുക്കാം. ഇത് എക്സ്പോർട്ട് ആസ് ഓപ്ഷനിൽ ലഭ്യമല്ല. നമ്മുടെ പ്രൊജക്ട് ഫയൽ ഒരു ഫൈനൽ ഇമേജ് ആയിട്ട് സേവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫയലിൽ പോയി എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത് JPEG അഥവാ PNG ഫോർമാറ്റിൽ സേവ് ചെയ്യാം. ചില വെബ്സൈറ്റിൽ നമ്മൾ പോകുമ്പോൾ ഫയലിന്റെ സൈസിന് ലിമിറ്റേഷൻ എല്ലാം കണ്ടെന്നൊക്കെ, ചിലപ്പോൾ 200 KB താഴെ ആയിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ നേരത്ത് നമുക്ക് ഫയലിൽ പോയി എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത ശേഷം ക്വാളിറ്റിയിൽ നമുക്ക് കുറവ് വരുത്താം. ക്വാളിറ്റി ഡിഫോൾട്ട് ആയിട്ട് 100% ആയിരിക്കുമ്പോൾ ഫയൽ സൈസ് 64.9 KB. ഇത് നമുക്ക് 50% ക്വാളിറ്റി ആക്കി മാറ്റാം. ഇപ്പോൾ ഫയലിന്റെ സൈസ് 155 KB ആയിട്ട് കുറഞ്ഞിരിക്കും. 200 KB ആണ് നമ്മുടെ സൈസ് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാളിറ്റിയിൽ മാറ്റം വരുത്തി അപ്രോക്സിമേറ്റ്ലി 200 KBക്ക് അടുത്തായി നമുക്ക് ഫയൽ സൈസ് മാറ്റാം. നമുക്ക് മൾട്ടിപ്പിൾ റെസൊല്യൂഷൻ അറ്റ് എ ടൈം സേവ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ആസ് ആണ് ചൂസ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിൽ ടോപ്പ് ലെഫ്റ്റ് ആയിട്ട് ഒരു ആഡ് ബട്ടൺ കാണാം. 0.1 ടൈംസ് 0.3 ടൈംസ് എന്നീ 2 റെസൊല്യൂഷനുകൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ എക്സ്പോർട്ട് ഓൾ കൊടുത്താൽ 3 റെസൊല്യൂഷൻ ഫയൽസും സേവ് ആവുന്നതാണ്. ഫയൽ സേവ് ആയ ലൊക്കേഷനിൽ പോയി നമുക്കിത് വെരിഫൈ ചെയ്ത് നോക്കാം. ഒറിജിനൽ റെസൊല്യൂഷനിൽ സേവ് ചെയ്ത ഫയലിന്റെ സൈസ് വന്നിട്ട് 1920 × 1440. ഇനി നമുക്ക് 0.1 ടൈംസ് റെസൊല്യൂഷനിൽ സേവ് ചെയ്ത ഫയലിന്റെ റെസൊല്യൂഷൻ നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് 192 × 144 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് മൾട്ടിപ്പിൾ റെസൊല്യൂഷനിൽ സേവ് ചെയ്യാനുള്ള മെത്തേഡ്. എന്താണ് മെറ്റഡാറ്റ എന്നും അതെങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നും നമുക്ക് നോക്കാം. ഒരു ഡോക്യുമെന്റിന്റെ പേര്, അത് ക്രിയേറ്റ് ചെയ്ത ഓഥറിന്റെ പേര്, കോപ്പിറൈറ്റ് സ്റ്റാറ്റസ്, ഫയൽ റേറ്റിംഗ് എന്നിങ്ങനെയുള്ള ഡാറ്റകളെയാണ് മെറ്റഡാറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെറ്റഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാനായി ടാബ് സെക്ഷനിലെ ഫയലിൽ പോയി ഫയൽ ഇൻഫോ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ എല്ലാ ഡാറ്റയും ആഡ് ചെയ്ത ശേഷം ഓക്കെ അമർത്താം. ഇൻക്ലൂഡ് ചെയ്ത മെറ്റഡാറ്റ കാണാനായി സേവ് ചെയ്ത ഫോൾഡറിൽ പോയി ഫയലിന്റെ പ്രോപ്പർട്ടീസ് എടുത്താൽ എല്ലാ ഡാറ്റയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് SRGB കളർ പ്രൊഫൈൽ? പ്രോഫോട്ടോ RGB, അഡോബ് RGB എന്നീ 2 കളർ പ്രൊഫൈലുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നാരോ ആയിട്ടുള്ള ഒരു കളർ പ്രൊഫൈലാണ് SRGB. കൂടുതൽ വെബ്സൈറ്റുകളും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഇൻസ്റ്റാഗ്രാമും ഈ പ്രൊഫൈലാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് SRGB കളർ പ്രൊഫൈൽ അഡാപ്റ്റ് ചെയ്യാത്ത ഇമേജുകൾ ഡീസാച്ചുറേറ്റഡ് ആയിട്ടും ഡീനേച്ചേർഡ് ആയിട്ടും കാണപ്പെടുന്നത്. ഇതിനൊരു സൊല്യൂഷനാണ് എക്സ്പോർട്ട് ആസിലുള്ള കൺവേർട്ട് ടു SRGB എന്ന ഓപ്ഷൻ. മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ റീ എഡിറ്റിംഗ് പോസിബിലിറ്റി ആകെയുള്ളത് സേവ് ആസ് എന്ന ഓപ്ഷനിൽ മാത്രമാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ആസ് എന്ന മെത്തേഡ് തന്നെ സേവ് ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്.